പാല ഉള്ളനാട് ഭാഗത്ത് എക്സൈസ് നടത്തിയ റെയ്ഡിൽ മയക്കുമരുന്നായി ദുരുപയോഗം ചെയ്തുവരുന്ന മെഫെൻടെർമൈൻ സൾഫേറ്റ് ശേഖരം പിടികൂടി. പാല എക്സൈസ് റേഞ്ച് ടീം ഉള്ളനാട് ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ കൊറിയർ മുഖാന്തരം എത്തിച്ച മെഫെൻടെർമൈൻ സൾഫേറ്റിന്റെ 300 വയലുകൾ പിടികൂടി. കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്നുകൾക്ക് ബദലായി ഞരമ്പുകളിൽ ഇഞ്ചക്ട് ചെയ്താണ് ഇത് ഉപയോഗിക്കുന്നത്. പാല എക്സൈസ് റേഞ്ചിന്റെ പരിധിയിൽ വ്യാപകമായി ലഹരിക്കായി ഇത് ഉപയോഗിച്ചു വരുന്നതായി എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാല എക്സൈസ് റേഞ്ച് ടീം നടത്തിയ അന്വേഷണത്തിലാണ് ഉള്ളനാട് സ്വദേശിയായ കണ്ണൻ എന്ന ജിതിൻ ജോസ് എന്നയാളാണ് ഇതിന്റെ വിതരണം നടത്തുന്നതെന്ന് കണ്ടെത്തിയത്. ഹൃദയ ശസ്ത്രക്രിയ സമയത്തെ ബ്ലഡ് പ്രഷർ താഴ്ന്നു പോകാതിരിക്കാൻ നൽകുന്ന മരുന്നാണ് വ്യാപകമായി ദുരുപയോഗം ചെയ്തു വരുന്നത്. 140 രൂപയ്ക്ക് വരുന്ന മെഫെൻടെർമൈൻ 500 രൂപ നിരക്കിലാണ് ഇയാൾ വിറ്റിരുന്നത്. ഞരമ്പുകളിൽ ഇഞ്ചക്ട് ചെയ്യുന്നതിനാൽ എയ്ഡ്സ് അടക്കമുള്ള മാരക രോഗങ്ങളും ഗുരുതര ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതിന് ഇത് കാരണമായേക്കാം. പിടിച്ചെടുത്ത മെഫെൻടെർമൈൻ ഡ്രഗ്സ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. 1940 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് സെക്ഷൻ പ്രകാരം 3 വർഷം മുതൽ 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ഈ കേസിൽ പ്രതിക്ക് ലഭിച്ചേക്കാം. റെയ്ഡിൽ പാല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ദിനേശ് ബി, എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ്, ഡ്രഗ് ഇൻസ്പെക്ടർമാരായ ബബിത കെ വാഴയിൽ, താര എസ് പിള്ള, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ കെ വി, പ്രിവന്റീവ് ഓഫീസർ മനു ചെറിയാൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അച്ചു ജോസഫ്, അക്ഷയ് കുമാർ എം, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജാത സി ബി, സിവിൽ എക്സൈസ് ഡ്രൈവർ സുരേഷ് ബാബു VR എന്നിവർ പങ്കെടുത്തു. പാല ഏറ്റുമാനൂർ ഭാഗത്ത് മയക്കുമരുന്നിന് ബദലായി വ്യാപകമായി ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ ടൈപ്പിലുള്ള ഒരു മരുന്നാണിത്. ഇത് ലോ ബ്ലഡ് പ്രഷറിനാണ് ഈ മരുന്ന് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഇതിവിടെ ജിമ്മ്, വടംവലിക്കാർ എന്നിവരാണ് ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഇത് ഹൈദരാബാദിൽ നിന്ന് 100-150 രൂപയ്ക്ക് ഇറക്കുമതി ചെയ്യുകയും 500-600 രൂപയ്ക്കാണ് ഇത് കച്ചവടം ഇവിടെ നടത്തുന്നത്. ഇത് ഈ പ്രതിയുടെ വീട്ടിൽ കൊറിയറായിട്ട് കൊണ്ടുവന്ന സമയത്താണ് നമ്മളിത് പിടികൂടിയത്. കൊറിയർകാരൻ കൊണ്ടുവന്നപ്പോൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞ കൊറിയർ കൊണ്ടുവന്ന സമയത്താണ് നമ്മളിത് പിടികൂടിയത്. i4 ന്യൂസ് പാല.